ഡാ ഡാ കുഞ്ഞുണ്ണി എണീക്കടാ, അമ്മ വിളിക്കുന്നു. ചെല്ല്, നിനക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം ചെല്ല്. വാ വാ ചെല്ല്. അവൻ തൊട്ടുക്ക് തേച്ചില് ജന്തു. ഇതേത് ബുക്ക്? വെച്ചതാണല്ലോ. അയ്യോ, കാണുന്നില്ലല്ലോ. പോയത് നീ എവിടെ എന്തുവാ? എന്റെ ഒരു ബുക്ക് കാണുന്നില്ല. ഏത് ബുക്ക്? ഫിസിക്സ്. അല്ല അത് സാറില്ല സാറില്ല സാറില്ല, ബുക്ക് സ്കൂളിലാണ് എടുക്കാൻ പറഞ്ഞതാ. ഞാൻ സ്കൂളിൽ പോട്ടെ, സ്കൂളിൽ പോട്ടെ. ഇവനെന്താ പറ്റി? അപ്പോ ഇന്നോടത്ത് കൂടെ പോയി. അമ്മേ അരിവാണ്. എടാ നിന്റെ അമ്മായി ഉണ്ടാടാ അവിടെ? നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന്? അല്ല, മാമനെന്ത് പറ്റി? ഒരു തേങ്ങ വീണതാ. തേങ്ങയോ? പിന്നെ തേങ്ങ വെച്ച് മോന്തൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വീണതല്ലാണ് പറയാൻ പറ്റുള്ളൂ. നിന്റെ അമ്മായി വല്ല കരാട്ടയും പഠിച്ചിട്ടുണ്ടോടാ? അമ്മേ, കിഡ്നി 3 കഷ്ണാക്കി കളഞ്ഞ ദുഷ്ട. ഫ്രഞ്ച് വിപ്ലവം 1789 മുതൽ 1789 മുതൽ. എങ്ങനെയുണ്ട്? വായിക്കാൻ പറ്റിയില്ല. നീ വായിച്ചില്ലെങ്കിലും ഞാനിന്ന് വീട്ടിൽ കൊണ്ടുപോവേ. എന്താ നിന്റെ വീട്ടിലെല്ലാവരുടെ ടൂർ പോയാ? ആടാ, എളാപ്പാന്റെ മോളുടെ കല്യാണം. ടീച്ചർ അതിന്റെ കോളനികളിലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് അല്ലേ, അത് കുഴപ്പമില്ല, എനിക്ക് ഫോട്ടോ മതി. എടാ അതല്ല, പിന്നെ ബുക്ക് കാണുന്നില്ല. ആരാവിടെ സംസാരിക്കുന്നേ? ഇനി ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പുറത്തേക്ക് നിൽക്കാം. കൂടുതൽ മറ്റേ മറ്റടുത്ത പണി കാണിക്കല്ലേ. അപ്പോ എനിക്കറിയാം നീ മുക്കിയതാണെന്ന്. എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറ. എടാ സത്യം അമ്മയാണെ കാണുന്നില്ലടാ. ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി, അതായിട്ട് നീ എടുത്തോ. എടാ വായിക്കണമെന്ന് വിചാരിച്ച അലമാരയുടെ മുകളിൽ വെച്ചതാ. അപ്പോൾ അമ്മയും കുഞ്ഞുണിയും കയറി വന്നത്. എടാ രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല. ഒന്ന് വിശ്വസിക്കടാ. എനിക്കൊന്നും കേക്കണ്ട, മര്യാദക്ക് പറഞ്ഞോ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ മുത്തലിബ് ആരാണെന്ന് നിങ്ങൾ ഇന്നോടെ അറിയും. എടാ നമ്മൾ പാർട്ട്നേഴ്സ് അല്ലടാ, ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങളൊന്ന് വിശ്വസിക്കടാ. എനിക്ക് ഒറ്റൊരുത്തരെയും വിശ്വാസമില്ല. ഇന്ന് വൈകിട്ടോടെ സാധനം കിട്ടിയില്ലെങ്കിൽ കളി മാറും. കളി ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് പൈസ ഷെയർ തരാതിരിക്കാനുള്ള പരിപാടിയില്ല. എനിക്ക്